ഏകീകൃത കുർബാന കർശനമായി നടപ്പിലാക്കാനാണ് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരും ചേർന്ന് സർക്കുലർ പുറത്തിറക്കിയത്. അടിയന്തരമായി ഏകീകൃത കുർബാന നടപ്പാക്കുക, ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കുക, ഈ സർക്കുലർ ദേവാലയങ്ങളിലെല്ലാം വായിക്കുക. ഇത്തരത്തിലൊരു തീരുമാനം വരുമ്പോൾ ജനാഭിമുഖ കുർബാന അനുകൂലിക്കുന്നവരെല്ലാവരും തന്നെ വലിയ പ്രതിഷേധത്തിൽ, കടുത്ത പ്രതിഷേധത്തിലാവുകയാണ്. അങ്ങനെയാണ് അങ്കമാലി, എറണാകുളം അതിരൂപതയിൽപ്പെട്ട വിവിധ ദേവാലയങ്ങളുടെ മുന്നിൽ വലിയ പ്രതിഷേധങ്ങളുണ്ടായത്. സർക്കുലർ ചവറ്റുകൂട്ടിലെറിഞ്ഞും കത്തിച്ച് ചാമ്പലാക്കിയുമായിരുന്നു വിമത വിഭാഗത്തിൻ്റെ പ്രതിഷേധങ്ങൾ. കാലത്ത് തന്നെ പ്രതിഷേധം തുടങ്ങി. എളംകുളം ലിറ്റിൽ ഫ്ലവർ പള്ളിയുടെ മുന്നിൽ സർക്കുലർ വേസ്റ്റ് ബിന്നിൽ ഇട്ടുകൊണ്ടായിരുന്നു വിമത വിഭാഗത്തിന്റെ പ്രതിഷേധം. എല്ലാ പള്ളികളിലും സർക്കുലർ വായിച്ചു കേൾപ്പിക്കണമെന്നാണ് സഭയുടെ നിർദ്ദേശം. എടപ്പള്ളി പള്ളിയിൽ സർക്കുലർ വായിക്കാനെത്തിയവരെ വിമത വിഭാഗം തടഞ്ഞു. ഇത് സംഘർഷത്തിനിടയാക്കി. സംഘർഷ സാധ്യതയുള്ള ദേവാലയങ്ങളുടെ മുന്നിൽ പോലീസിന്റെ കർശന സുരക്ഷയുണ്ടായിരുന്നു. എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നവർ പുതിയ സർക്കുലർ കത്തിച്ചാണ് പ്രതിഷേധിച്ചത്. സമാധാന ചർച്ചകൾ ഞങ്ങളെപ്പോഴും തയ്യാറാണ്. പക്ഷേ ഓൾറെഡി അവരൊരു തീരുമാനം എടുത്തിട്ടാണ് അവരത് നടപ്പിലാക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് പോകുന്നത്. ഒരു ചർച്ച നടക്കുകയും അതിനെ തുടർന്ന് ഇരുകൂട്ടർക്കും സ്വീകാര്യമായിട്ടുള്ളൊരു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം കൂടുതൽ വഷളായില്ലായിരുന്നു. ഉദയംപേരൂർ സുനഹദോസ് പള്ളിയിലും സർക്കുലർ വായിക്കുന്നതിനെ ചൊല്ലി തർക്കവും വാക്കേറ്റവും ഉണ്ടായി. സർക്കുലർ കത്തിച്ച് കാറ്റിൽ പറത്തിയെങ്കിലും പുതിയ ആർച്ച് ബിഷപ്പിൽ വിമത വിഭാഗത്തിന് പ്രതീക്ഷയുണ്ട്. സമവായ ചർച്ചകൾ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണാം. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം ആദിത്യൻ ഓമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.